വണക്കം ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു സോങ് റിയാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവറായി പോകുന്നു. നമുക്ക് ആ പാട്ട് കണ്ടിട്ട് ഉണ്ടായ ഫീലാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എഗെയിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിലെ ജ്ഞാപകം എന്ന പാട്ട് നമ്മളിപ്പോൾ ഇവിടെ തിയേറ്ററിലിട്ട് കണ്ടു. ഒരു രക്ഷയില്ല കേട്ടോ, ഞെരിച്ചു കളഞ്ഞു. ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഉള്ളിത്തട്ടി കേൾക്കുന്ന ഒരു പാട്ടിൻ്റെ ഉള്ളി തട്ടുന്നൊരു പാട്ട്, അതാണ് എക്സാക്ട്ലി കറക്റ്റ്. ട്രെയിലർ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു സാധനം ഇങ്ങനെ വർക്ക് ആവുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു വേദന ശരിക്കും എവിടെയോ ചിലപ്പോൾ പാസ്റ്റൊക്കെ കാണിച്ച് വയസ്സായ ധ്യാനിനെ കാണിച്ചിട്ടുണ്ടെന്നാൽ വയസ്സായ പ്രണവിനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വേർപാടോ അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായതിൻ്റെ ഒരു വേദനയോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ പോയപ്പോൾ തിരിച്ച് പഴയ ആളുടെ ഓർമ്മ വന്നതോ അങ്ങനെ എന്തോ ഒരു സാധനം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമ മൊത്തത്തിൽ അങ്ങനെ ഒരു ലൈനിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പാട്ട് തന്നെ റിപ്പീറ്റഡായിട്ട് പല സ്ഥലങ്ങളിലും വരാനൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര പാട്ട്, ഒരു രക്ഷയില്ല, അടിപൊളി പാട്ട്, ഭയങ്കര ഫീലുള്ള പാട്ട്. ചുമ്മാ ഒരു 1 മില്യൺ അടിച്ച് നാളെ മറന്നു പോകുന്ന പാട്ടല്ല, ഇതൊരു ലോങ് റണ്ണ് നിൽക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് പ്രണവിൻ്റെ ഒരു മൊമെൻ്റ് കാണിച്ചിട്ടുണ്ട്, ഒരു ഓവർ ആക്ഷനും ഇല്ലാതെ കണ്ണ് നിറയുന്ന, നമുക്കും ആ നനയിൽ നെഞ്ചിൽ തട്ടുന്നൊരു സാധനം. ലാലേട്ടനുണ്ട്, പുള്ളിയുടെ ഉള്ളിൽ ഐറ്റം ഉണ്ട്. ഞാൻ എഗെയിൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഐറ്റം ഉണ്ട്. പിന്നെ പാട്ടിനകത്ത് നറേഷൻ മ്യൂസിക് ഡയറക്ടർ അമൃത് രാമനാഥ് തന്നെയാണ്. പുള്ളി നന്നായിട്ട് ആ ഫീല് കൺവേ ആവുന്ന രീതിയിൽ തന്നെ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ നന്നായിട്ടുണ്ട്. പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു സിങ് ചെയ്തിരിക്കുന്നതും പുള്ളിയാണെന്ന് തോന്നുന്നു, പാടിയിരിക്കുന്നതും പുള്ളിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫീലും ഉണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടർ പാടുമ്പോൾ ആ ഇമോഷൻ 100% കമ്മ്യൂണിക്കേറ്റ് ആവുമല്ലോ, അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. വീണ്ടും ഹോപ്പ് കൂടി വരുന്നു, ദിവസം അടുത്തടുത്ത് വരുന്നു, 11-ാം തീയതി ആയി വരുന്നു. ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പടമാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് പ്രൊമോഷണൽ ഇൻ്റർവ്യൂ ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോളി ജില്ലി ഭയങ്കര അങ്ങോട്ട് ടഗ് ഇങ്ങോട്ട് ടഗ്, ബേസിലിനെ ധ്യാനടിക്കുന്നു, ധ്യാനിനെ ബേസിലടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നതിന് വേറൊരു വികാരമായിപ്പോയി ഈ പാട്ട്. സംഭവം കൊള്ളാം, വെൽ പ്രൊമോട്ടഡ്, വെൽ കമ്മ്യൂണിക്കേറ്റഡ്, ആൾക്കാരുടെ ഹോപ്പ് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വരും തന്നെയാണ് ഫീല്. കഴിഞ്ഞ ഒരു പാട്ടിലൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു, ആ മിസ്റ്റേക്കും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാം. പ്യാരാ മേര എന്നുള്ള പാട്ടിനകത്ത് ഞാൻ ആ പാട്ടിൻ്റെ ഒരു എനർജിയും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും പ്രൊമോഷണൽ ഇൻ്റർവ്യൂവും ആ സൗണ്ട് ആ മൊമെൻറ്റിൽ എനിക്ക് കേട്ട സമയത്ത് ഷാനിൻ്റെ ആണെന്നാണ്, ഷാനാണ് പാടിയെന്ന് ഫീൽ ചെയ്തു. ഞാൻ ഷാൻ പാടിയെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അത് സിദ്ധാർത്ഥ് ബർസൂർ എന്ന് പറഞ്ഞ ആളാണ് പാടിയതെന്ന് നമ്മുടെ ഒരു ഫോളോവർ, സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. റെസ്പെക്റ്റ് ഹിം ഫോർ ദ മിസ്റ്റേക്ക് ദാറ്റ് ഹി പോയിൻറ്റഡ് ഔട്ട്. ഇങ്ങനെ കമ്മ്യൂണിക്കേഷനും റിയാക്ഷനും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാനൊരു കറക്ഷനായിട്ട് പറയുകയാണ്. ആ പാട്ട് പാടിയത് ഷാനല്ല, സിദ്ധാർത്ഥ് ബർസൂറാണ്. സോ ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് വി ആർ എൻഡിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.